എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഹൃദയം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് ഒരു പിക്കിളാണ് കേട്ടോ. വളരെ വ്യത്യസ്തമായ ഒരു പിക്കിളാണ്. നമ്മൾ മാങ്ങ ഉപയോഗിച്ച് നാരങ്ങ ഉപയോഗിച്ചിട്ടൊക്കെ പിക്കിളുണ്ടാക്കും. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പാവയ്ക്ക ഉപയോഗിച്ചിട്ടുള്ളൊരു പിക്കിളാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാവയ്ക്കയാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം ഒരു മീഡിയം സൈസുള്ളൊരു പാവയ്ക്ക ഇതുപോലെ നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. എന്നതിന് ശേഷം ആദ്യം തന്നെ അരിയുന്നതിൻ്റെ മുന്നേ നന്നായിട്ട് ഉപ്പ് പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് വാഷ് ചെയ്യുക. വാഷ് ചെയ്തതിന് ശേഷം ഉള്ളിലുള്ള കുരുവൊക്കെ കളഞ്ഞ് ഇതുപോലെ ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുക്കുക. അല്ലെങ്കിൽ നമ്മൾ വട്ടത്തിൽ അരിഞ്ഞെടുക്കുക കേട്ടോ. എന്നതിന് ശേഷം അതൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പാവയ്ക്കേൻ്റെ മേളിൽ വരുന്ന വിധത്തിൽ വെള്ളം ഒഴിക്കുക. എന്നതിന് ശേഷം നന്നായിട്ടൊന്ന് ഒരു തിള വരുന്നത് വരെ, എല്ലാം മൊത്തത്തിൽ ഒന്ന് തിളച്ച് വരുന്നത് വരെ മാത്രം അടുപ്പിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. തിളപ്പിച്ചെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു റോ ടേസ്റ്റ് മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പാവയ്ക്ക അടുപ്പിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഒത്തിരി വേവിച്ചൊന്നും കളയരുത്, ഒന്ന് തിളച്ചാൽ മാത്രം മതി കേട്ടോ. എന്നതിന് ശേഷം അതൊരു അരിപ്പയിലേക്ക് നമ്മൾ അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മളിതേ ഈ ഒരു പാവയ്ക്കയ്ക്ക് നല്ലൊരു എന്താ പറയുക ഉലുവേൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ നമ്മൾ എന്തോരം എമൗണ്ടാണ് നമ്മളുടെ പാവയ്ക്ക എടുക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ ഈ ഒരു ഉലുവേൻ്റെയും കടുകിൻ്റെയും ഒക്കെ എമൗണ്ട് കൂട്ടിയെടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഒരു പാവയ്ക്ക ആയതുകൊണ്ടാണ് ഇത്ര ചെറിയ അളവിൽ എടുത്തിട്ടുള്ളത് കേട്ടോ. 1/4 ടീസ്പൂൺ കടുകും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ ഉലുവയും കൂടി എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യുക. ഇതിൽ എണ്ണയൊന്നും ഒഴിക്കേണ്ട കേട്ടോ. വെറുതെ ചട്ടിയിലിട്ടൊന്ന് ഈ ഒരു കടുക് ഉലുവയൊക്കെ ഒന്ന് പൊട്ടി ഇങ്ങനെ മുരിഞ്ഞ് നമ്മുടെ ഈ ഒരു ഉലുവേൻ്റെയൊക്കെ നല്ലൊരു മണം വരും, മൂത്ത് വരുന്ന ആ ഒരു മണം വരുന്നവരെ വെക്കുക കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ല. എന്നിട്ട് അത് ഇടികല്ലിലൊന്ന് പൊടിച്ചെടുക്കണേ. അത് പൊടിച്ചൊക്കെ കൊണ്ടുവന്നപ്പോഴത്തേക്കും നമ്മൾ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുള്ള പാവയ്ക്ക് ഇതേ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒത്തിരി വേവിച്ചൊന്നും എടുക്കണ്ട, അതൊന്ന് ഊറ്റാൻ വയ്ക്കുവാണേ. ഒരു അരിപ്പയിലേക്ക് ഒഴിച്ച് വയ്ക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് എണ്ണ ചട്ടിയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള കായ ഇട്ടിട്ട് ആ കായ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് അതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ കുറച്ചുകൂടി എമൗണ്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒരു 3 ടീസ്പൂൺ അളവിൽ നല്ലെണ്ണയാണ് വേണ്ടത് കേട്ടോ. എന്ത് അച്ചാർ ഇടുവാണെങ്കിൽ നമ്മൾ നല്ലെണ്ണ ഉപയോഗിക്കണേ. അപ്പം നല്ലെണ്ണയിലേക്ക് കടുകും ഉലുവയും കൂടി 1/4 ടീസ്പൂൺ അളവിലിട്ട് അത് നന്നായിട്ട് പൊട്ടി വന്നപ്പോഴത്തേക്കും കറിവേപ്പിലയും ഒരു 2 ചെറിയ ഉള്ളി കട്ട് ചെയ്തതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കറിവേപ്പിലേൻ്റെയും അതുപോലെ തന്നെ ചെറിയ ഉള്ളിൻ്റെയൊക്കെ ടേസ്റ്റ് നല്ല വ്യത്യസ്തമായൊരു ടേസ്റ്റാണ് നമ്മളുടെ അച്ചാറുകൾക്ക് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്യാതിരിക്കണേ. പിന്നെ അതിലേക്ക് നമ്മൾ ഞാനിവിടെ ഒരു എന്താ പറയുക ഒരു വെളുത്തുള്ളീൻ്റെ ഒരു ഇത് മുഴുവനും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1.5 ഇഞ്ച് 2 ഇഞ്ച് അളവിലുള്ള ഒരു ഇഞ്ചി പീസും എടുത്തിട്ടുണ്ട്. അത് നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. വെളുത്തുള്ളി ഇച്ചിരി വലിയ ഉള്ളി ആയതുകൊണ്ട് തന്നെ ഞാനൊരു ഉള്ളീനെ തന്നെ 3 പീസായിട്ട് നീളത്തിൽ കീറിയിടുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടി ഇതുപോലെ വട്ടത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം ഈ ഒരു നല്ലെണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. ചെറിയ തീയിലിട്ടിട്ട് പാചകം ചെയ്യാനായിട്ട് മറന്നു പോവല്ലേ. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ് കേട്ടോ. നമ്മൾ കയ്പൊന്നും ഉണ്ടാവില്ല. നമ്മളെ വീട്ടിലൊക്കെ പാവയ്ക്കൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ ധാരാളം പാവയ്ക്ക നമ്മൾ വീട്ടിൽ എന്താ പറയുക പെട്ടെന്ന് ചീഞ്ഞു പോകില്ലേ. പാവയ്ക്ക മൂത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പഴുത്ത് കേടായി പോകും. അപ്പോൾ ഇതുപോലെ നമ്മൾ കൊണ്ടാട്ടം ഉണ്ടാക്കി വെക്കുകയും പാവയ്ക്ക കൊണ്ട് കൊണ്ടാട്ടം ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഷോർട്സിൽ കാണാത്തവർ കണ്ടു നോക്കണം കേട്ടോ. പിന്നെ നമ്മൾ മുന്നേ വറുത്ത് വെച്ചിട്ടുള്ള നമ്മളുടെ കടുകും ഉലുവയും അതുപോലെ തന്നെ നമ്മളുടെ കായം കൂടി നന്നായിട്ടൊന്ന് പൊടിച്ച് കൊണ്ടുവന്നതിന് ശേഷം ഇത് കണ്ടില്ലേ നമ്മുടെ ഈ ഒരു വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ മൂത്ത് വന്നപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി ചൂടാക്കി എടുക്കുവാണ് കേട്ടോ. ഇത് ചൂടാക്കി കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ ചേർക്കുന്ന അച്ചാർ പൊടിയാണ്. ഇത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച പൊടിയാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂത്ത് വരട്ടെ. അതിൻ്റെ ഒരു റോ ടേസ്റ്റ് ആ ഒരു പൊടീൻ്റെ പച്ചമണം ഒന്ന് മാറട്ടെ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ ചാറിന് ആവശ്യമായിട്ടുള്ള സുർക്ക ഒഴിച്ച് കൊടുക്കുക. ചിലർക്ക് നന്നായിട്ട് ഇങ്ങനെ ചാറ് കുറച്ചിങ്ങനെ നീണ്ടു നിൽക്കുന്നതാണ്, ചിലർക്ക് കുറുകിയ അച്ചാറാണ് ഇഷ്ടം. ഇവിടെ നമ്മളിപ്പോൾ കുറുകിയ രീതിയിലുള്ള അച്ചാറാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് ഒത്തിരി എമൗണ്ട് തന്നെ സുർക്ക ഒഴിച്ചിട്ടില്ല. ഒരു 2-3 ടേബിൾ സ്പൂൺ അളവിലാണ് നമ്മൾ സുർക്ക ഒഴിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് ആ സുർക്കയും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് വരട്ടെ കേട്ടോ. അതിന് ശേഷം നമ്മൾ തീ ഓഫാക്കിയിട്ട് നമ്മൾ തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മളുടെ പാവയ്ക്ക ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതോടുകൂടി അച്ചാറിൻ്റെ പ്രോസസ്സ് എല്ലാം തീർന്നു കേട്ടോ. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു ബോട്ടിലായിട്ട് നമുക്ക് എടുത്ത് വെച്ചാൽ എത്ര വർഷങ്ങൾ വേണമെങ്കിലും എടുത്ത് വെച്ചാൽ കഴിക്കാനായിട്ട് വളരെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ പാവയ്ക്കൊക്കെ വീട്ടിൽ കൃഷിയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ കൊണ്ടാട്ടം ഉണ്ടാക്കുന്ന വീഡിയോ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ
ഭയങ്കര സൂപ്പറായിട്ടുള്ളൊരു അച്ചാറാണ്. ഈ അച്ചാറും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ പാവയ്ക്കയും കൊണ്ട് തീയൽ വെക്കുന്നത്, പാവയ്ക്ക കൊണ്ട് മുളക് കറി വെക്കുന്നതൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മളുടെ ചാനലിൽ. അപ്പോൾ അതൊക്കെ കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ഇതൊക്കെ ഒരു 10 പാവയ്ക്കൊക്കെ വീട്ടിൽ നമുക്ക് ഇരിക്കുന്നവരാണെങ്കിൽ ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന അച്ചാറാണ് കേട്ടോ. 10 മിനിറ്റ് പോലും വേണ്ട, 5 മിനിറ്റ് മതിയായിരിക്കും അത്രയും പെട്ടെന്ന് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ പ്രോസസ്സിങ്ങും കാണിച്ചു തന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇത് കണ്ടില്ലേ, ഇപ്പം നമ്മൾ അച്ചാറൊക്കെ നല്ല കുറുകി എല്ലാ മസാലയൊക്കെ എല്ലായിടത്തും ഒന്ന് ആവുന്ന വിധത്തിൽ നല്ല പോലെയായിട്ട് ഇതായിട്ടാണ് ഉള്ളത്. അപ്പോൾ അടുപ്പിലെ തീയൊക്കെ മാറ്റി ഞാൻ അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല സൂപ്പർ അച്ചാറാണ് കേട്ടോ. ചോറിൻ്റെ കൂടെയും കഞ്ഞിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് വളരെ നല്ല അച്ചാറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും നിർദ്ദേശങ്ങളൊക്കെ നമുക്കൊന്ന് നമ്മുടെ കമൻറ്റ് രൂപത്തിലൊന്ന് വന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് പിന്നെ എന്താ പറയുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി മറന്നു പോകല്ലേ കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഒരുപാട് നല്ല എന്താ പറയുക കുക്കിംഗ് വീഡിയോസായിട്ട് അടുത്തൊരു നല്ല വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരോടും ഒരുപാട് സ്നേഹം. താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ.